ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ നിൽക്കുന്നത്. കണ്ണുകളടച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിന്റെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിലെത്തിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണിത്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസമാണ്. അതെല്ലാവരും ഒന്ന് വിശ്വസിക്കാമോ? എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന നിയോഗത്തെ അതിപ്പോൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും പറയാം, എവിടെയാണോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഒത്ത നടുവിലാണേലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം സർവശക്തനാണ്. എത്തനെ നിന്നൈകൾ എത്തനെ തേവകൾ എനശൂല നിன்றாലും പരിശുദ്ധാത്മാവേ, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിനകത്തുണ്ട്. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ടു കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് എനിക്ക് സാധിച്ചു കിട്ടണം, എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിനകത്ത് എനിക്കൊരു അത്ഭുതത്തെ കാണാൻ കഴിയണം. ഈ വിഷയത്തെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്കിരിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യത ഉണ്ടായിട്ടല്ല, അതൊരു നിയോഗമാണ്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അത്ര വലിയ കുടുംബ പാരമ്പര്യമോ മഹിമയോ ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ വചനവുമായി നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. അതുകൊണ്ടാണ് മുമ്പേ പാടിയ പാട്ട് പ്ലാൻ ചെയ്തു വന്ന് പാടിയതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. പാടുമ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതമാണ്, എൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടും. ഹല്ലേലൂയ. ഭാവത്തോടെയാണ് കാണുന്നത്. ഏത് പ്രാർത്ഥനാലയവും ദൈവത്തെ ആരാധിക്കുന്ന ഏത് സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇന്ന സ്ഥലത്തെ പോകാവൂ, ഇന്ന സ്ഥലത്തെ പ്രാർത്ഥിക്കാവൂ, ഇന്ന പ്രാർത്ഥനയെ ചെല്ലാവൂ, അങ്ങനെയില്ല. അങ്ങനെയുള്ള അസൂയയോ സ്വാർത്ഥതയോ ഞങ്ങൾക്കില്ല. എവിടെയായാലും ഒരാഗ്രഹമുണ്ട്, ആ ജനം ആ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കപ്പെടണം. അവർ ദൈവത്തെ അറിയണം, ദൈവവചനം എന്താണെന്ന് അറിയണം. ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം ഒരിക്കലും ആരോടും പറയില്ലേ. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിനെ നിങ്ങൾ ആ വ്യക്തിക്ക് ഓർമ്മപ്പെടുത്തരുത്. മനസ്സിലായോ? ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തരുത്. ചിലപ്പോൾ അവർ നമ്മളോട് പറയും, സുഹൃത്തെ, ഞാൻ കുറേ നാളുകൊണ്ട് ഇതെല്ലാം ഒന്നും മറക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും നിങ്ങളത് ഓർമ്മപ്പെടുത്തിയല്ലോ, കഷ്ടമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉണ്ട്, ചിലതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പതുക്കെ നമ്മൾ തന്നെ അത് മറക്കുമാ. ചിലർ പറയില്ല, എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ
ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ്. അപ്പോഴാണ് ചിലർ അതിനെക്കുറിച്ച് കുത്തി കുത്തി ഓർമ്മപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരോടും പറയാം, ആരെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നൊരു കാര്യത്തെ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ഒരിക്കലും ആ വ്യക്തിക്ക് വീണ്ടും ഒരു മുറിവുണ്ടാകത്തക്ക വിധം ഓർമ്മപ്പെടുത്തി അയാളുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരരുത്. അയാൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരാൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അധികമായി മദ്യപിച്ച ഒരു മുഖവുമായി ഞാൻ കണ്ടു. അയാൾ അങ്ങനെ മദ്യപിച്ച് കാണുന്ന ഒരാളല്ല, പക്ഷെ അയാളുടെ മുഖവും മുഖത്തെ കളറും ഒക്കെ മാറി, കണ്ണിനൊക്കെ ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ ഭാര്യ. ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മറക്കാൻ ആഗ്രഹിച്ച ഒരുപാട് നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മറക്കാൻ. അത് കുത്തി 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 പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, അതാ ഞാൻ പോയി കുടിച്ചത്. ഒരാൾ മറക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മളായിട്ട് ഓർമ്മപ്പെടുത്താൻ നിൽക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവരെക്കുറിച്ച് എന്നെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും എനിക്ക് നിങ്ങളെക്കുറിച്ചും ചിലതൊക്കെ അറിയാം. ഞാൻ ഉദാഹരണം പറയുവാണ്. ഒരാളെക്കുറിച്ച് അറിയാം, അയാളുടെ ഭർത്താവ്, ആ സഹോദരിയുടെ ഭർത്താവ് സ്നേഹത്തിലല്ല, ഇച്ചിരി വിട്ടാ നിൽക്കുന്നതെന്ന് അറിയാം, നന്നായിട്ടറിയാം. പക്ഷെ എന്നാലും ചോദിക്കുക, ഭർത്താവിന് എന്നാ ഉണ്ട് വിശേഷം? ഭർത്താവ് വിളിച്ചായിരുന്നോ? ശരിക്കും അറിയാൻ വിളിച്ചിട്ടില്ലെന്ന്, പക്ഷെ എന്നാലും ഒരു കുത്ത്, ഒരു സന്തോഷം. ചില കാര്യങ്ങൾ ചിലർ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. ആ പഴയ സങ്കടമൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടും, അതങ്ങ് പോട്ടെ എന്നാ ചിന്തിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഒരാളോട് ചോദിച്ചു, നിങ്ങൾ കുറേ നാളായല്ലോ പള്ളിയിലൊക്കെ പോയിട്ട്. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പള്ളിയിൽ പോകുമ്പോൾ ചില ആളുകൾ ഓരോന്നോരോന്ന് ചോദിക്കും, പിന്നെ അതെല്ലാം ഭയങ്കര സങ്കടം, അതുകൊണ്ട് ഞാനിപ്പോൾ പോകാറില്ല. കണ്ടോ, ചിലർ ആരാധിക്കാൻ പോലും പേടിച്ചിട്ട് പോകുന്നില്ല. ചിലരൊക്കെ ചിലത് ചോദിക്കുമെന്ന്. വേറൊരാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു കാര്യത്തെ വീണ്ടും ചോദിക്കാൻ പോകല്ലേ. ഒരാൾക്ക് ഇഷ്ടമല്ല ഇന്ന കാര്യം ചോദിക്കുന്നത്, നമ്മളത് പറയാൻ പോകരുത്, ചോദിക്കാൻ പോകല്ലേ. ഒരാൾ മറക്കാൻ ശ്രമിക്കുന്നതിനെ ആ സമയം നമ്മളായിട്ട് അത് ഓർമ്മപ്പെടുത്തരുത്. അതൊരു പുണ്യമാണ്. പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു നല്ല വചനമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം. എന്നാൽ എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്, അതൊന്ന് വായിക്കുവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ അവസാനമാണ്. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ വീഞ്ഞിന്റെ ഇപ്പുറത്തൊരു ചെറിയ ഒരു 2 അക്ഷരം ഉണ്ട്. എന്നതാ? നല്ല. അവിടെ എഴുതിയിരിക്കുവാണ്, നീ നല്ല വീഞ്ഞ് ഇതുവരെ ഇത്രയും നേരമായി സൂക്ഷിച്ചു വച്ചിരിക്കുവായിരുന്നല്ലോ. നല്ലത്, നല്ലത്. ഒന്ന് വിശ്വസിച്ചേ, എനിക്കൊരു നല്ല ജീവിതം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. എനിക്കുള്ളൊരു നല്ല ശുശ്രൂഷ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നു. എനിക്കുള്ളൊരു നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷം ദൈവം എനിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചോദിക്കുവാണ് യേശു, അവരോട് പറയുവാണ്, നീ നല്ല വീഞ്ഞ്. നല്ല എന്നൊരു വാക്കുണ്ട് കേട്ടോ. നീ വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചായിരുന്നല്ലേ എന്നല്ല, അതിൻ്റെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ട്. നീ നല്ല വീഞ്ഞ്. ദൈവം നമുക്ക് തരുന്നതൊക്കെ എന്തായിരിക്കും? നല്ലത്. നല്ല വീട്, നല്ല ആരോഗ്യം, നല്ല സമാധാനമുള്ള അന്തരീക്ഷം, നല്ല മക്കൾ, നല്ല ജോലി, നല്ല ഭാവി, എല്ലാം നല്ലതായിരിക്കും ദൈവം നൽകുന്നത്. നല്ലതു തരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മുമ്പിലാ ഈ ത്യാഗം സഹിച്ചിരിക്കുന്നതും നിൽക്കുന്നതും പ്രാർത്ഥന കേൾക്കുന്നതും. നല്ലത്